എന്തോ ചൂടാ പ്രിയങ്ങളെ, ചൂട് സഹിക്കാൻ വയ്യ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുന്നാ തുടങ്ങുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ വാഴ 2 കാണാൻ പോകുന്നുണ്ട്. അപ്പൊ രാവിലെ ഞാൻ ജോലിക്ക് വന്നിട്ട് വേറെ കുറെ ആവശ്യത്തിന് പുറത്ത് പോയേക്കുമായിരുന്നു. വെയിൽ കൊണ്ട് കരിഞ്ഞ് ഞാനും മൊത്തം കൂടാ പോയത്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. മുത്തങ്ങ് വീട്ടിലോട്ട് പോയി. ഇനി വൈകിട്ട് മോനുകുട്ടനെ വിളിച്ചോണ്ട് വരും. 5:30 ഷോയ്ക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ വേറെ എന്താണ് പ്രിയങ്ങളെ, ചൂട് സഹിക്കാൻ വയ്യ. ഇവിടെ ചൂട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് 2-3 ദിവസമായിട്ട് എനിക്കങ്ങ് പരവേശം എടുക്കുമോ, വല്ലാഴിക വരും, എന്തൊക്കെ അസ്വസ്ഥത ഈ ചൂട് കൊണ്ട്. താൽക്കാലികമായിട്ടൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മെഡിസിൻ്റെ ഐസ് ബാഗ് ഉണ്ട്, അതൊക്കെ ദേഹത്ത് വെച്ചുകൊണ്ടിരിക്കും കുറേ നേരം. അതൊരു 10 മിനിറ്റ് പോലും ഇരിക്കുന്നതിന് മുമ്പ് അതിനകത്തെ ആ ലിക്വിഡെല്ലാം അങ്ങ് വെള്ളം പോലെ ആവും. ഫ്രീസറിനകത്ത് നല്ല കട്ടിയായിട്ടിരിക്കുന്ന നമ്മൾ എടുക്കുന്നു. പിന്നെ അലച്ചില്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു സിനിമ കണ്ടേച്ചും വരാം. വൈകിട്ട് 2 പേരുടെ വരും. ഞാൻ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഫാൻ ഉണ്ടെന്ന് പോലും അറിയത്തില്ല, അതേപോലെ ചൂട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഈ ഒരു വിഷറി കിട്ടിയത് കേട്ടോ. ഇതൊരു കോളേജിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ നമുക്ക് കിട്ടിയതാണ്, ഇവിടെ കൊണ്ട് തന്നതാണ്. പിന്നെ രാവിലെ ഇറങ്ങിയതും തിരക്കോടാണ്. ഇന്ന് മുത്തിൻ്റെ കോളേജിലെ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു, ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. അതൊക്കെ അറ്റൻഡ് ചെയ്ത് താമസിച്ച് പിന്നെ വന്ന് വെയിൽ കൊണ്ടു. അപ്പം കഴിക്കാൻ ഉച്ചയ്ക്കുള്ളതൊന്നും എടുക്കാതെ ഞാൻ വന്നത്. രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും എടുക്കാനുള്ള സമയം സാവകാശം കിട്ടിയില്ല, എടുത്തുമില്ല. പിന്നെ ഇപ്പം ഇങ്ങോട്ട് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പം ഒരു സാൻഡ്വിച്ച് വാങ്ങിച്ചു, കഴിച്ചു. പിന്നെ വെള്ളം എപ്പോഴും കുടിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് വൈകിട്ട് സിനിമ കാണാൻ പോട്ടോ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തണുപ്പിന്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ നമ്മൾ തണുക്കുള്ളൂ. നേടിയെടുക്കുന്നവയാണ് ഈ മംഗല്യപ്പട്ടുകൾ. അതിനാലാണ് ഹായ് പറ. പട്ടിന്റെ ഏറ്റവും മഹത്തായ മേഖല. അങ്ങനെ അധിക്ഷേപിക്കണം. കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വികാസത്തിൽ ഊന്നി തന്നെയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഊന്നി? എന്തൂന്നി? എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും ഞങ്ങൾ മുടങ്ങാതെ പ്രേരണ ചൊല്ലിക്കാറുണ്ട്. ഇല്ല, 9 മണി ആയില്ല, 8:30 നമ്മൾക്ക് ടൗൺ സ്ക്വയറിൽ പോയിരിക്കും ചിന്നരം. നമ്മളെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഇവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്. കുറേ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടതാണ്. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്ത് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമെന്ന് ഓർത്ത്. കുഴപ്പമെന്തോ
വരുന്ന വഴിക്ക് ഇവിടെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാട്ടോ. നമ്മുടെ ഹാപ്പി മാർട്ട് ഇപ്പോൾ അടച്ച് കാണും. അതുകൊണ്ട് ഇവിടുന്ന് ഒരു സ്പ്രൈറ്റ് വാങ്ങിക്കാൻ പോയേക്കോ മുത്ത്. അമ്മമ്മയ്ക്ക് സ്പ്രൈറ്റ് വേണമെന്ന്. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് നേരെ അമ്മമ്മയുടെ അടുക്കലോട്ട് പോകാവേ. അങ്ങനെ നമ്മൾ ദേ ഇങ്ങ് എത്തിയേ. അമ്പലത്തിൻ്റെ അവിടെ ആയപ്പോഴത്തേക്ക് അവിടെ നല്ല പ്രോഗ്രാമൊക്കെ നടക്കുന്നു. അപ്പു വന്നിട്ടുണ്ട്. അപ്പു ദേ പടയണിയുടെ പ്രിൻ്റുള്ള നല്ല അടിപൊളി ടീഷർട്ടും ഒക്കെ ഇട്ട് നിപ്പുണ്ടായിരുന്നു. സിനിമയൊക്കെ കഴിഞ്ഞു. ഇത് അവിടുത്തെ സ്പെഷ്യൽ ബ്രെഡും ചിക്കൻ സ്റ്റൂ, പിന്നെ പത്തിരിയും ചിക്കൻ സ്റ്റൂ അങ്ങനെ കോംബോ ആയി നമ്മൾ മേടിച്ചോണ്ട്. നമ്മുടെ അത്താഴം ഇതാണ് കേട്ടോ. പത്തിരി, ബ്രെഡ്, ചിക്കൻ സ്റ്റൂ. ഭയങ്കര വീഡിയോസ് ഒക്കെ കണ്ടിതിൻ്റെ. അപ്പം നമ്മൾ ഇന്ന് അവിടെ പോയതാണ്. ചിക്കൻ സ്റ്റൂ. കരഞ്ഞ് കരഞ്ഞ് മോനിക്കുട്ട ക്ഷീണിച്ചു വന്നിരിക്കുക. എന്തിനാ മോനിക്കുട്ട കരഞ്ഞ്? എന്തിനാടാ കരഞ്ഞ്? ചോറിരിപ്പുണ്ടോ? ഇനി വന്ന പ്രിയങ്ങളെ, ഇനി ചേട്ടനും അനിയനും കൂടെ അമ്പലത്തിൽ പടയണി കാണാൻ പോവാണ്. ഞാൻ കുളിച്ച് കിടക്കാൻ പോവാം. എനിക്ക് ഉറക്കം വരുന്നു. ഓ പള്ളിയിൽ പള്ളിയിൽ അമ്പലത്തിൽ ഇന്ന് ഇതായിരുന്നു, ഡാൻസ് പ്രോഗ്രാം ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പൊ പാട്ട് കേൾക്കുന്നു. ഗാനമേളയാണോ നൃത്യാദികളാണോ എന്നറിയത്തില്ല. കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാമേ. കിടക്കാൻ പോവാണ്. വീഡിയോ ഇടാനുണ്ട്. വാഴ സിനിമ കണ്ടതിന്റെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലൊക്കെ പറയാട്ടോ. ആ സാരമില്ല. ഓക്കേ. ഓ വന്ന ആ ഡ്രസ്സ് മാറി വിയർത്തെന്നും പറഞ്ഞു. ഇപ്പൊ നല്ല ഏസിക്കകത്തിരിക്കാൻ പോകുന്ന പോലെ. ഇനിയും വരുമ്പം കണ്ടോണം വിയർത്ത്. തിരക്കായിരിക്കും. വണ്ടിയൊക്കെ സൂക്ഷിച്ച് വേണം കേട്ടോ. കേട്ടോ, ഇവിടെയൊക്കെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തുരുതുരാന്ന് പോവും. സൂക്ഷിച്ച് പോകണം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.